തിരിച്ചറിവിന്റെ വെളിച്ചം. വെറും മുൻവിധികളും സാഹചര്യങ്ങളും മുൻനിർത്തി ഒരാളെ കുറ്റക്കാരനാണെന്ന് വിധി എഴുതി കൊലയ്ക്ക് കൊടുക്കാൻ മുതിർന്ന ഒരു പറ്റം ആളുകൾ പിന്നീട് സ്വാർത്ഥ താല്പര്യങ്ങൾ മാറ്റിവെച്ച് ചിന്തിക്കാൻ നിർബന്ധിതരായപ്പോൾ തിരിച്ചറിവിന്റെ വെളിച്ചത്തിലേക്ക് ഉണരുന്നതാണ് ഈ കഥ. സത്യത്തിലേക്കുള്ള വഴിയിൽ സംശയങ്ങൾക്കോ മുൻവിധികൾക്കോ സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ സ്ഥാനമില്ല. വിവേചനാശക്തിയും യുക്തിയും അനുകമ്പയുമാണ് പ്രധാനം. തിരിച്ചറിവിന്റെ വെളിച്ചം കഥാസായാഹ്നത്തിൽ അവതരിപ്പിക്കുന്നത് ശ്രീമതി ലക്ഷ്മി റോഷൻ. 40 വർഷത്തെ ഹൈസ്കൂൾ ഇംഗ്ലീഷ് അധ്യാപികയായി ഡൽഹിയിലും പൂനെയിലും ഒക്കെ ജോലി ചെയ്തു. സാഹിത്യവും കഥയും പുസ്തക വായനയും ഏറെ ഇഷ്ടപ്പെടുന്ന ആളാണ് ലക്ഷ്മി. തിരിച്ചറിവിന്റെ വെളിച്ചം. ഇത് നടക്കുന്നത് ന്യൂയോർക്കിലാണ് 1953. അതിയായ ചൂടുള്ള ഒരു ദിവസം ന്യൂയോർക്കിലെ പടുകൂറ്റൻ കോടതി കെട്ടിടത്തിൻ്റെ പല കോടതി മുറികളിൽ ഒന്നിൽ ഒരു ക്രിമിനൽ കേസിൻ്റെ വിസ്താരം അപ്പം തീർന്നതേയുള്ളൂ. 12 പേരടങ്ങുന്ന ജൂറി ജഡ്ജിനോടൊപ്പം പ്രോസിക്യൂഷൻ വക്കീലിൻ്റെ വാദവും സാഹചര്യ തെളിവുകളും സാക്ഷി വിസ്താരവും ഒക്കെ കേട്ട് ചർച്ചയ്ക്കായി അടുത്ത മുറിയിലേക്ക് പോകാൻ എഴുന്നേറ്റപ്പം ജഡ്ജ് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു, കേസിൻ്റെ എല്ലാ വശവും ശ്രദ്ധയോടെ പുനഃപരിശോധിക്കണം. പ്രതി കുറ്റക്കാരനാണെന്നുള്ളതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും നേരിയ സംശയമുണ്ടെങ്കിൽ അവനെ കുറ്റവിമുക്തനാക്കണം. സംശയാതീതമായ തെളിവില്ലെങ്കിൽ അവൻ നിരപരാധിയാണ്. ഒരു നിരപരാധി ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഒരു 16 വയസ്സുകാരൻ അവൻ്റെ അച്ഛനെ നിർദ്ദയം കുത്തിക്കൊന്നു എന്നതാണ് ഇവിടുത്തെ കേസ്. കുറ്റക്കാരനാണെന്ന് ജൂറി ഒന്നടങ്കം വിധി എഴുതിയ അവന് തീർച്ചയായും വധശിക്ഷ കിട്ടും. വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ദൗത്യമാണ് ജൂറിയുടെ മുന്നിലുള്ളത്. കോടതി മുറിയുടെ സൈഡിലുള്ള ഒരു ഇടുങ്ങിയ ജൂറി മുറിയിലേക്ക് ആ 12 പേർ പ്രവേശിക്കുമ്പോൾ അവിടെ ഇരുട്ടാണ്. ആകെ ഒരു ജനലുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ ആകാശം കറുത്തിരുണ്ട് മേഘമൊക്കെ ഉരുണ്ടുകൂടി നിൽക്കുന്നത് കാണാം. ആദ്യം പ്രവേശിച്ച ആൾ പോയി ലൈറ്റ് ഇടുമ്പോൾ ഒരു മങ്ങിയ വെളിച്ചം ആ റൂമിൽ പടരുന്നു. മുക്കാലും ആ ഇടുങ്ങിയ മുറിയുടെ മുക്കാലും വരുന്ന ഒരു നീണ്ട മേശ, അതിന് ഇരുവശവുമായിട്ട് 12 കസേരകൾ, ഒരു മൂലയ്ക്കൊരു ചെറിയ മേശയും കസേരയും, വേറൊരു മൂലയിലൊരു കോട്ട് സ്റ്റാൻഡ്, ചുമരിൽ തറച്ചിരിക്കുന്ന ഒരു പഴയ ഇരുമ്പ് ഫാൻ. അത്രയൊക്കെയാണ് ആ മുറിയിലുള്ളത്. ചൂട് സഹിക്കവയ്യാതെ ഒരാൾ ചെന്ന് ഫാൻ ഇട്ടു. പക്ഷെ ഫാൻ വർക്ക് ചെയ്യുന്നില്ല. എല്ലാവരും നിരാശരായി. അവരോരോരുത്തരായി കോട്ടുകളൊക്കെ അഴിച്ച് കസേരകളുടെ പുറകിലും കോട്ട് സ്റ്റാൻഡിലുമായിട്ടൊക്കെ തൂക്കിയിടുന്നു. അവരുടെ ടൈകളുടെ മുറുക്കം അയക്കുന്നു. അങ്ങനെ അവരോരോരുത്തരായിട്ട് അവരുടെ കസേരകളിൽ വന്നിരിക്കുന്നു. ഒരേ ബെഞ്ചിലിരുന്ന ആ ദിവസങ്ങളിൽ ആ കേസ് മുഴുവൻ കേട്ടു എന്നതൊഴിച്ച് ആ 12 പേരും തമ്മിൽ യാതൊരു മുൻപരിചയവുമില്ല. പരസ്പരം തിരിച്ചറിയാൻ അവർക്കൊക്കെ ഓരോ നമ്പറുകളാണ് കൊടുത്തിട്ടുള്ളത്. എവിടെ നിന്നൊക്കെയോ വന്ന തികച്ചും അന്യരായ ആളുകൾ. എന്നാൽ അവരോരോരുത്തരും അവരുടെ മുൻവിധികളെ കൂടെ കൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ചർച്ച ചെയ്യാനായി ഒന്നുമില്ല. പയ്യൻ കൊലപാതകിയാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന മുൻവിധിയോടെയാണ് എല്ലാ ജൂറേഴ്സും ആ മുറിയിലെത്തിയിരിക്കുന്നത്. ഗ്രൂപ്പിൻ്റെ ലീഡർ ചർച്ചയ്ക്ക് മുൻപായി എടുത്ത വോട്ടിൽ 12-ൽ 11 പേരും പ്രതിയെ കുറ്റക്കാരനാണെന്ന് തീർച്ചപ്പെടുത്തിയിരിക്കുന്നു. ഒരാൾ മാത്രമാണ് വിയോജിക്കുന്നത്. അതാരാണ് എന്ന ചോദ്യത്തിന് നോട്ട് ഗിൽറ്റി എന്നെഴുതിയാൽ നിസ്സങ്കോചം തുറന്നു പറയുന്നത് ഞാനാണ്. അപ്പോൾ അതെന്തുകൊണ്ടങ്ങനെ എഴുതി എന്നുള്ള മറ്റുള്ളവരുടെ നീരസത്തോടെയുള്ള ചോദ്യത്തിന് അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഈ ഘട്ടത്തിൽ എനിക്കും ഒന്നും തന്നെ തീർച്ചയില്ല. എന്നാൽ അവൻ കുറ്റക്കാരനാണെന്ന് പറയാനുള്ള കാരണങ്ങളും എൻ്റെ പക്കലില്ല. അതുകൊണ്ട് തന്നെ കേസിൻ്റെ എല്ലാ വശവും സമയമെടുത്ത് വിശകലനം ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണിത്. യാതൊരു വീണ്ടുവിചാരവുമില്ലാതെ ഒരാളെ
കൊലയ്ക്ക് കൊടുക്കുക, ഗിൽറ്റി എന്നെഴുതി മരണത്തിലേക്ക് തള്ളിവിടുക. അങ്ങനെ ചെയ്യാൻ മാത്രം തുച്ഛമല്ലല്ലോ ഒരു ജീവിതവും, അദ്ദേഹം ചോദിക്കുന്നു. ഇത് പ്രകാരം ഓരോരുത്തരായി എണീറ്റ് നിന്ന് അവർ അയാൾ കുറ്റക്കാരനാണെന്ന് തീർത്തും വിശ്വസിക്കാനുള്ള കാരണങ്ങൾ വെളിപ്പെടുത്തുന്നു. കോടതി മുറിയിലെ സാക്ഷിമൊഴികളാണ് പക്ഷെ അവരോരോരുത്തരും തന്നെ തെളിവായി നിർത്തുന്നത്. അതിലപ്പുറമൊന്നും അവരാരും ചിന്തിച്ചിട്ടേയില്ല. അതിലൂടെ കുറ്റകൃത്യമെന്ന് പറയുന്ന സംഭവവും മരിച്ചയാളുടെ മകൻ സംശയിപ്പിക്കപ്പെടാനുള്ള കാരണങ്ങളും, അതായത് സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ഒക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ചുരുളഴിയാണ്. കൂട്ടത്തിൽ ഓരോ ജൂററുടെയും വ്യക്തിത്വവും നമ്മളുടെ മുന്നിൽ ചുരുളഴിയുന്നു. ഹിസ്പാനിക് വംശജനായ ആ പ്രതിയെ അവരിൽ അധിക പേരും തന്നെ ഒരു അപരനായിട്ടാണ് തുടക്കം മുതലേ കാണുന്നത് എന്നുള്ളത് വളരെ വ്യക്തം. ചേരികളിൽ താമസിക്കുന്ന, അവനൊരു ചേരിയിലാണ് താമസിക്കുന്നത്. ചേരികളിൽ താമസിക്കുന്നവർ, പ്രത്യേകിച്ചും ഈ കുടിയേറ്റക്കാർ, എല്ലാവരും തന്നെ ക്രിമിനൽ സ്വഭാവമുള്ളവരാണെന്നും അവരാ രാജ്യത്തിൻ്റെ പ്രതിച്ഛായ തന്നെ തകർക്കാനായി വന്നവരാണെന്നും ഒക്കെയുള്ള പരാമർശങ്ങൾ നമ്മൾക്ക് ചുറ്റിനും കേൾക്കാം. അപ്പം ചെറുപ്പകാലം ആ ചേരിയിൽ ചെലവിട്ട ഒരു ജൂറർ ഉണ്ട് ആ കൂട്ടത്തിൽ. അയാളെ ഈ കമൻസൊക്കെ വല്ലാതെ ചൊടിപ്പിക്കുകയും അയാൾ അതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തു. അങ്ങനെ അടുത്ത വോട്ടെടുത്തപ്പോൾ 3 പേര് ഈ പ്രതി ഗിൽറ്റി അല്ല, നോട്ട് ഗിൽറ്റി എന്ന് വിധി എഴുതിയിരുന്നു. അങ്ങനെ അടുത്തതായി ജൂറി സാക്ഷിമൊഴികൾ പരിശോധിക്കാൻ തയ്യാറാവുന്നു. മരിച്ച ആൾ താമസിച്ചിരുന്നതിൻ്റെ താഴത്തെ ഫ്ലാറ്റിൽ താമസിച്ചിരുന്ന പ്രായമേറിയ ഒരു മനുഷ്യനാണ് പ്രധാന സാക്ഷി. ഒരു സ്ട്രോക്കിനെ തുടർന്ന് ഒരു ഭാഗം തളർന്ന് നടക്കാൻ വളരെ പ്രയാസമുള്ള ഒരാളാണ് ഇദ്ദേഹം. പക്ഷെ അദ്ദേഹം പറയാണ്, അദ്ദേഹം ഈ 16 വയസ്സുകാരൻ തൻ്റെ അച്ഛനോട് ഐ വിൽ കിൽ യു എന്ന് കയർക്കുന്നതും അച്ഛൻ നിലംപതിക്കുന്ന ശബ്ദം അയാൾ കേട്ടു എന്ന് മാത്രമല്ല, ഈ മകൻ സ്റ്റെയർ കേസ് ഇറങ്ങി താഴേക്ക് ഇറങ്ങി ഓടുന്നത് കണ്ടു എന്നൊക്കെയാണ് അയാൾ മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ 16 വയസ്സുകാരനാണെങ്കിൽ ആ സമയത്ത് അയാൾ വീട്ടിലില്ലായിരുന്നെന്നും ഒരു സിനിമ കാണുകയായിരുന്നു തിയേറ്ററിലെന്നും വളരെ തീർച്ചയോടെ പറയുന്നു. പക്ഷേ വക്കീൽ അയാളോട് ആ സിനിമയുടെ പ്രമേയമോ പേരോ ഒക്കെ ചോദിച്ചപ്പോൾ, പല വേറെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചപ്പോൾ ഒന്നും തന്നെ ആ 16-കാരന് ഓർക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒട്ടെല്ലാ ജൂറേഴ്സും തന്നെ അവൻ്റെ വാദം നുണയാണെന്നുള്ള രീതിയിൽ തള്ളിക്കളഞ്ഞിരുന്നു. ഇനി രണ്ടാമത്തെ സാക്ഷി ഒരു സ്ത്രീയാണ് ആയിരുന്നു. അവരും മരിച്ച ആളും ഒരു റെയിൽ പാളത്തിന് ഇരുവശമായി താമസിച്ചിരുന്നവരാണ്. ഉറക്ക ശബ്ദം കേട്ട് ഉറക്കത്തിൽ നിന്നുണർന്ന് ജനലിൻ്റെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ട്രെയിനിൻ്റെ ജനലിൻ്റെ ഉള്ളിൽ കൂടെ അവർ ഈ മകൻ അച്ഛനെ കുത്തുന്നത് കണ്ടു എന്നായിരുന്നു അവരുടെ മൊഴി. ഈ മൊഴികളും വാദങ്ങളും ഒക്കെ മറ്റെല്ലാ ജൂറേഴ്സും തന്നെ മുഖവിലേക്ക് എടുത്തപ്പോൾ നോട്ട് ഗിൽറ്റി എന്ന് ആദ്യം എഴുതിയ ആ ജൂറർ മാത്രമാണ് ചില കാര്യപ്രസക്തമായ ചോദ്യങ്ങൾ ഇവിടെ ഉന്നയിക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു തീവണ്ടി അതിവേഗം കടന്നു പോകുമ്പോൾ മകൻ അച്ഛനോട് കയർക്കുന്നത് താഴെ താമസിക്കുന്ന പ്രായമുള്ള അയൽവാസിക്ക് എങ്ങനെ കേൾക്കാൻ കഴിഞ്ഞെന്നും പ്രതി പുറത്തേക്ക് പോകുന്നത് ഓടി വന്ന് വാതിൽ തുറന്നാൽ മാത്രം കാണാൻ സാധിക്കുള്ളൂ എന്നിരിക്കെ ഈ നടക്കാൻ പോലും പ്രയാസമുള്ള ആൾ അത്ര വേഗം ഓടി അയാളുടെ വാതിൽക്കൽ എങ്ങനെ എത്തി എന്നൊക്കെയുള്ള, അത് സാധ്യമല്ല എന്ന് അദ്ദേഹം ആ ബിൽഡിങ്ങിൻ്റെ ബ്ലൂ പ്രിൻറ്റും അയാളുടെ നടത്തത്തിൻ്റെ സ്പീഡും ഒക്കെ വെച്ച് കണക്കുപയോഗിച്ചത് എല്ലാവരെയും ബോധിപ്പിക്കുന്നു. അടുത്തതായി പ്രതി ഉടനീളം നുണയാണ് പറഞ്ഞത് എന്ന് വീണ്ടും വീണ്ടും അവൻ സിനിമ കാണുമെന്നായിരുന്നില്ല, അവനാണ് അച്ഛനെ കൊന്നത് എന്ന് ഉറപ്പിച്ച് പറയുന്ന ഒരു ജൂററോട് അദ്ദേഹം ആ ആഴ്ചയുടെ ആദ്യം കണ്ട ഒരു സിനിമയെക്കുറിച്ച് ചോദിക്കുന്നു. അയാൾ ഏത് സിനിമയാണ് ആ ആഴ്ചയുടെ ആദ്യത്തിൽ കണ്ടത്? അപ്പോൾ അത് പറയാൻ തന്നെ കുറച്ച് സമയമെടുത്തു. പിന്നെ ആ സിനിമയെക്കുറിച്ചുള്ള പല ചോദ്യങ്ങൾ ഈ ജൂറർ അദ്ദേഹത്തോട് ചോദിക്കുന്നു.
അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മയില്ല, വളരെ സ്കെച്ചി ആയിട്ടുള്ള ഓർമ്മ മാത്രമേ ഉള്ളൂ. അപ്പം അത്തരം മറവികൾ പ്രത്യേകിച്ചും അത് കഴിഞ്ഞ ഉടനെ മകൻ ആ സിനിമ കണ്ടു കഴിഞ്ഞ ഉടനെ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അതിദാരുണമായി അച്ഛൻ കൊല ചെയ്യപ്പെട്ട് കിടക്കുന്ന മനസ്സിനെ വല്ലാതെ നോവിപ്പിക്കുന്ന ഒരു കാഴ്ച, വല്ലാതെ ഉലയ്ക്കുന്ന ഒരു കാഴ്ച കണ്ട ഒരാൾക്ക് വളരെ സ്വാഭാവികമായി ഉണ്ടാകാവുന്നതാണ് എന്ന് അദ്ദേഹം തെളിയിക്കുന്നു. ആ ചർച്ചയിൽ പല ജൂറേഴ്സിൻ്റെ ജീവിതങ്ങളും അവരുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പലതരം പക്ഷപാതപരമായ അഭിപ്രായങ്ങളും മുൻവിധികളും ഒക്കെ അവരറിയാതെ തന്നെ അങ്ങനെ പുറത്തു വരികയാണ്. ഉദാഹരണത്തിന്, പ്രതി കുറ്റക്കാരനാണെന്ന് വീണ്ടും വീണ്ടും ഊന്നി പറയുന്ന മൂന്നാം ജൂറർ എല്ലാ ചെറുപ്പക്കാരും അക്രമാസക്തരാണെന്നും എന്തും ചെയ്യാൻ മടിയില്ലാത്തവരുമാണെന്നാണ് അദ്ദേഹം ബലമായി വിശ്വസിക്കുന്നത്. എന്നിട്ട് താൻ തൻ്റെ മകനെ അവൻ്റെ നന്മയ്ക്കായി തല്ലി വളർത്തി, എന്നാൽ ഇപ്പോൾ അവൻ തന്നെ വെറുക്കുന്നു, താനുമായി എല്ലാ ബന്ധവും അവൻ വിച്ഛേദിച്ചിരിക്കുകയാണ് എന്നൊക്കെ വളരെ വിദ്വേഷത്തോടെ പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വാളറ്റ് വലിച്ചെടുത്ത് അതിൽ താനും മകനുമായി നിൽക്കുന്ന ഫോട്ടോ വലിച്ചെടുത്ത് അതിങ്ങനെ പിച്ചി ചീന്തി ആ മേശമ്പിലേക്ക് എറിയാണ്. ബാക്കി എല്ലാവരും സ്തബ്ധരായി അങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇനി വേറൊരു ജൂറർ ഉടനീളം ആർക്കും കേട്ടാൽ വളരെ അരോചകമായി തോന്നാവുന്ന തരത്തിലുള്ള വംശീയ പരാമർശങ്ങൾ, ഇങ്ങനെ ബ്ലാക്ക്സ് ഇങ്ങനെയാണ്, ഹിസ്പാനിക്സ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വംശീയമായിട്ടുള്ള പല പരാമർശങ്ങളും ഇങ്ങനെ നടത്തുകയാണ്, അവരെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ട്. അയാളുടെ സംസാരം കേൾക്കുന്ന ആർക്കും തോന്നാം ഇയാൾക്ക് ആവശ്യം ഈ ഹിസ്പാനിക് വംശജനായിട്ടുള്ള പയ്യനെ കൊലയ്ക്ക് കൊടുക്കലാണോ എന്ന് ആരും ചോദിച്ചു പോകും. അതുപോലുള്ള പരാമർശങ്ങളാണ് അയാൾ നടത്തുന്നത്. ഒരു അവസരത്തിൽ ഇത് ഇനിയും കേൾക്കാൻ വയ്യ, ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ എന്നുള്ള രീതിയിൽ ഓരോ ജൂറേഴ്സായിട്ട് എണീറ്റ് പോയി ചുമരിനോട് തിരിഞ്ഞു നിൽക്കുന്നുണ്ട്, അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ തന്നെയായിട്ട്. എന്നാൽ വൈകാതെ അയാൾ തൻ്റെ തെറ്റ് മനസ്സിലാക്കുകയും അവിടെ നിന്ന് എണീറ്റ് പോയി ആ മൂലയിലുള്ള ഒരു കസേരയിൽ ചെന്നിരിക്കുകയും തല താഴ്ത്തിയിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് മറ്റ് ജൂറേഴ്സൊക്കെ തിരിച്ചു വന്നവരുടെ സ്ഥാനങ്ങളിലിരിക്കുന്നത്. അപ്പോൾ ഒരു തണുത്ത കാറ്റ് ആ ജനലിലൂടെ വന്ന് എല്ലാവരെയും തഴുകിപ്പോവും. അത് ആ ചൂടിന് ഒരല്പം ആശ്വാസം നൽകുന്നു എല്ലാവർക്കും. മുറിയുടെ പുറത്തും മുറിയുടെ അകത്തും ഒരേപോലെ ചൂടായിരുന്നു. അപ്പോൾ ആ കാറ്റ് വളരെ ആശ്വാസം പകരുന്നൊരു കാറ്റായിരുന്നു. അങ്ങനെ ചർച്ചയുടെ പല ഘട്ടങ്ങളിലായി നടത്തിയ വോട്ടെടുപ്പിൽ കൂടുതൽ ജൂറേഴ്സ് പ്രതി കുറ്റക്കാരനല്ല എന്ന് വിധി എഴുതുന്നുണ്ട്. 3 പ്രധാന തെളിവുകളാണ് ഈ ചർച്ചയിൽ ജൂറേഴ്സിനെ സ്വാധീനിച്ചത്. ഒന്ന്, കൊല ചെയ്യാൻ ഉപയോഗിച്ച മകൻ്റെതെന്ന് പറയുന്ന ഒരു കത്തിയല്ല ശരിക്കത്, അതൊരു സ്വിച്ച് ബ്ലേഡ് എന്ന് പറയുന്ന ഒരു ആയുധമാണ്. പക്ഷെ അത് ഒരു പേനക്കത്തി പോലെയാണ് ഇരിക്കുന്നത്. അത്യപൂർവമായ കത്തി എന്നാണ് പ്രോസിക്യൂഷൻ വക്കീൽ ആ കത്തിയെ, ഒത്തിരി ചിത്രപ്പണികളൊക്കെ ഉള്ള ഒരു കത്തിയാണത്, അതിനെ വിശേഷിപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ 8ാം ജൂറർ തൻ്റെ പോക്കറ്റിൽ നിന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അതുപോലൊരു കത്തി പുറത്തേക്ക് എടുക്കുക. അതുവഴി അദ്ദേഹം പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ, ആ കത്തി അദ്ദേഹം അവിടെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് മേടിച്ചതാണ്. അങ്ങനത്തെ കത്തി ആ ചേരി പ്രദേശത്ത് പോലും വളരെ എളുപ്പത്തിൽ കിട്ടാവുന്ന ഒന്നാണ്. പലരും അതുപോലെ ഒരെണ്ണം കൊണ്ട് നടക്കുന്നുണ്ടാവാം. അങ്ങനെയുള്ള ആരെങ്കിലും ആവാം അച്ഛനെ കൊന്നത്. അങ്ങനെ ഒരു സാഹചര്യം തള്ളിക്കളയാനാവില്ല എന്നാണ് അദ്ദേഹം തെളിയിക്കുന്നത്. തുടർന്നുള്ള ചർച്ചയിൽ അച്ഛൻ്റെ നെഞ്ചിലെ മുറിവ് അത് ഈ സ്വിച്ച് ബ്ലേഡ് കൊണ്ട് കുത്തിയാൽ ഉണ്ടാവുന്ന തരത്തിലല്ലെന്നും, പിന്നെ അച്ഛനേക്കാൾ വളരെ പൊക്കം കൂടിയ ഒരാളായിരിക്കണം അച്ഛനെ കുത്തിയതെന്നൊക്കെ തെളിയുന്നുണ്ട്. അപ്പോൾ ഈ മകനാണെങ്കിൽ അച്ഛനേക്കാൾ പൊക്കം വളരെ കുറവാണ് താനും. അപ്പം അങ്ങനെയെങ്കിൽ ഈ മകനോ അവൻ്റെ കത്തിക്കോ അച്ഛൻ്റെ മരണത്തിന് യാതൊരു പങ്കും ഇല്ല എന്നുള്ളത് വ്യക്തം. മൂന്നാമതായി, ഒരു ജൂറർ കണ്ണ് തുടയ്ക്കാൻ അയാളുടെ കണ്ണട ഇങ്ങനെ ഊരിയപ്പോൾ അയാളുടെ എതിരെ ഇരുന്ന വേറൊരു ജൂറർ അയാളുടെ മൂക്കിനിരുവശവുമായി വളരെ കുഴിഞ്ഞ ഒരു പാടുകൾ, വളരെ വ്യക്തമായി കാണാവുന്ന പാടുകൾ കണ്ടു. അപ്പം അയാൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, ആ 2ാം സാക്ഷിയായിരുന്ന സ്ത്രീ
അവർ കോടതിയിൽ വന്നപ്പോൾ അവർ കണ്ണടയൊന്നും ധരിച്ചിരുന്നില്ല, വളരെ നന്നായൊക്കെ ഡ്രസ്സ് ചെയ്തിരുന്നു. അപ്പോൾ മറ്റുള്ളവരെ ചെറുപ്പമാണെന്ന് ധരിപ്പിക്കാനാവാം അവർ കണ്ണട ധരിച്ചിരുന്നില്ല. പക്ഷേ അവരുടെ മൂക്കിന് ഇരുവശവും ഇതുപോലെ കുഴിഞ്ഞ പാടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ പൊതുവെ കണ്ണട അധിക നേരവും യൂസ് ചെയ്യുന്ന ഒരു ആളായിരിക്കണം ആ സ്ത്രീ എന്നുള്ളത് വ്യക്തം. അപ്പോഴത്തേക്കൊക്കെ ഈ മൂന്നാം ജൂറർക്കൊക്കെ ക്ഷമ നശിച്ചു. അയാൾ ചോദിക്കും, ഇതിനൊക്കെ ഇവിടെ എന്താണ് പ്രസക്തി? അപ്പോൾ ഈ ജൂറർ പറഞ്ഞു, വളരെ പ്രസക്തിയുണ്ട്. ഉറങ്ങുമ്പോൾ ആരും കണ്ണട ധരിക്കാറില്ല. ആ സാക്ഷി പറഞ്ഞത് അവർ ഉറക്കത്തിൽ നിന്ന് ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു ഓടുന്ന വണ്ടിയുടെ ജനലിലൂടെ മകൻ അച്ഛനെ കുത്തുന്നത് കണ്ടു എന്നാണല്ലോ. പക്ഷേ അവർ കണ്ണട വെക്കാതെയാണ് കണ്ടിരിക്കുന്നത്. പിന്നെ ഓടുന്ന ഒരു വണ്ടിയുടെ ജനലിലൂടെ എങ്ങനെ സംശയാതീതമായിട്ട് അവർക്ക് പറയാൻ കഴിയും ഈ പ്രതി തന്നെയാണ് അച്ഛനെ കുത്തിയതെന്ന് എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചർച്ചയുടെ അവസാന വോട്ടെടുപ്പിൽ ഒരാളൊഴികെ മറ്റെല്ലാവരും 16 വയസ്സുകാരനെ നോട്ട് ഗിൽറ്റിയായി പ്രഖ്യാപിക്കുന്നു. മൂന്നാം ജൂറർ അപ്പോഴും അവൻ ഗിൽറ്റിയാണെന്നും അവൻ അച്ഛനെ കുത്തിയ കത്തി തൻ്റെ ഉള്ളിലാണ് തറച്ചതെന്നും വാശിയോടെ വാദിച്ചു. ഇത് കേട്ട 8ാം ജൂറർ വളരെ ശാന്തനായി അദ്ദേഹത്തോട് പ്രകാരം പറഞ്ഞു, ഈ പ്രതി നിങ്ങളുടെ മകനല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മകനോടുള്ള കടുത്ത അസ്വാരസ്യമാണ് നിങ്ങളുടെ കാഴ്ചപ്പാടിനെ ബാധിച്ചിരിക്കുന്നത്. വളരെ തന്മയത്വത്തോടുകൂടി അദ്ദേഹം ഇത് ചൂണ്ടിക്കാണിച്ചപ്പോൾ ആദ്യം വളരെ ഈർഷ്യയോടെയാണ് അയാൾ ചുറ്റുമുള്ളവരെ നോക്കിയതെങ്കിലും അവർ തന്നെ നിസ്സംഗരായി അങ്ങനെ നോക്കിയിരിക്കുന്നത് കണ്ട് വൈമനസ്യത്തോടെ ആണെങ്കിലും അയാൾ ആ സത്യം തിരിച്ചറിയുകയും വികാരഭരിതനായി കൈ കൊണ്ട് മുഖം മറച്ചുകൊണ്ട് തേങ്ങി കരയാൻ തുടങ്ങുന്നു. ആ തേങ്ങിക്കരച്ചിലിനിടയിൽ അയാൾ പ്രതിയെ നോട്ട് ഗിൽറ്റി എന്ന് പ്രഖ്യാപിക്കുന്നിടത്താണ് ഈ കഥയുടെ വഴിത്തിരിവ്. അങ്ങനെ ജൂറേഴ്സ് ഓരോരുത്തരായി എണീറ്റ് അവരുടെ കോട്ടുകൾ ധരിച്ച് മുറിയുടെ പുറത്തേക്ക് ഇറങ്ങുന്നു. 8ാം ജൂറർ പതുക്കെ എണീറ്റ് അപ്പോഴും മുഖം കയ്യിൽ അമർത്തിയിരിക്കുന്ന ആ മനുഷ്യൻ്റെ തോളിൽ മൃദുവായി തൊട്ട് അയാളുടെ കോട്ട് അയാളെ ധരിക്കാൻ സഹായിച്ച് സാവധാനം അവർ രണ്ടാളും കൂടി മുറി വിട്ടിറങ്ങാൻ. വൈകാതെ കോടതിയിൽ ജഡ്ജി വിധി പറഞ്ഞു കഴിഞ്ഞ് ജൂറി പുറത്തേക്കിറങ്ങി അവരവരുടെ വഴിക്ക് നടക്കാൻ തുടങ്ങുമ്പോൾ ചർച്ചയുടെ ഏതോ ഘട്ടത്തിൽ അസഹ്യമായ ചൂടിന് അല്പം ആശ്വാസം പകരാനെന്ന പോലെ പെയ്യാൻ തുടങ്ങിയ ആ മഴ തോർന്നിരുന്നു. അന്തരീക്ഷമാകെ ഒന്ന് തണുത്തിരുന്നു. റെജിനാൾഡ് റോസ് എന്ന അമേരിക്കൻ നാടകകൃത്ത് 1953 എഴുതി പിന്നീട് 1956 സിഡ്നി ല്യൂമറ്റ് എന്ന മികവുറ്റ സംവിധായകൻ ഒരു ഓൾ ടൈം ക്ലാസിക് സിനിമയാക്കിയ 12 ആംഗ്രി മെൻ, അതിൻ്റെ കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കാണുന്നതും കേൾക്കുന്നതുമൊക്കെ മുഖവിലയ്ക്ക് മാത്രം എടുക്കാതെ അതിലൊക്കെ എത്ര സത്യം ഉണ്ടെന്ന് ആരായാൻ കഴിവുള്ള ഒരു അവെയർ ആൻഡ് ഇൻഫോംഡ് സിറ്റിസൺ ആയി ജീവിക്കുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് ഈ സിനിമ നമ്മെ മനസ്സിലാക്കി തരുന്നു. സാമൂഹ്യ മാധ്യമങ്ങൾ അടിച്ചിറക്കുന്ന നുണപ്രചരണങ്ങളും ഹെയ്റ്റ് സ്പീച്ചസും സമൂഹത്തെ കീറി മുറിക്കുന്ന ഇക്കാലത്ത് പ്രത്യേകിച്ചും ശരിയേത് തെറ്റേത് എന്ന വിവേചനം കോടതിയുടെ പടികൾ ഇറങ്ങിപ്പോയ ജൂറേഴ്സ് അവസാനം നേടിയതുപോലെ എല്ലാവരും അവരവരുടെ വിവേകബുദ്ധി ഉപയോഗിച്ച് എത്രയും നേരത്തെ നേടേണ്ടത് അത്യാവശ്യമാണ്. താങ്ക് യു. നല്ല സ്റ്റോറിയാണ് ഇത്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഇപ്പോഴും വളരെ റെലവെന്റ് ആയിട്ടുള്ള തീമാണ്. ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥകൾ ഒരുപാട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഐ ഓപ്പൺ ഇറ്റ് ഫോർ ഇന്ററാക്ഷൻ. ആർക്കാണ് ലക്ഷ്മിയോട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമുള്ളത്? ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണ്. ഒരു ചെറിയ മുറിയിലാണ് ഇത് ഒടനീളം ഈ സിനിമ നടക്കുന്നത്. എന്നാലും ആളുകളെ പിടിച്ചിരുത്തുന്ന ഒരു സിനിമയാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യാണ്, എല്ലാവരും അത് കാണണം. ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കാണണം ഈ സിനിമ 12 ആംഗ്രി മെൻ. ആദ്യം ചേച്ചി ചോദിച്ചോളൂ.
ഞാൻ ഈ കഥ ഇരുന്നിങ്ങനെ കേൾക്കുമ്പോ, ലക്ഷ്മി ഇങ്ങനെ ആ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ശരിക്കൊരു കേസ് ഡയറി ഇങ്ങനെ നമ്മുടെ മുമ്പില് ഇങ്ങനെ തുറന്ന് വരികയാണ്. അപ്പൊ അവിടെ സത്യത്തില് ഫോക്കസ് ഈ ജൂറേഴ്സിന്റെ മേലാണ്, ഓരോരുത്തരെ പറ്റിയിട്ടും. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഈ ജൂറി സിസ്റ്റം കുറെ കാലമായിട്ട് അബോളിഷ് ചെയ്തു. എടുത്തു കളഞ്ഞു. നാനാവധി കേസ് കൊണ്ടൊരു കേസ് കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യയിൽ അത് വേണ്ടെന്ന് പറഞ്ഞത്. അതെ. കുറെ കാലം മുമ്പ്, ഐ തിങ്ക് ഇറ്റ് വാസ് ഇൻ ദ ഏർലി 60s ലേറ്റ് 50s അങ്ങനെ എന്തോ ആണ്. പക്ഷെ ഈ ജൂറി സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി വെരി പവർഫുൾ പ്രാക്ടീസ് ഇൻ സർട്ടൺ കേസസ്. ഇപ്പൊ ഈ ഒരു പർട്ടിക്കുലർ കേസ് തന്നെ എടുക്കുമ്പോൾ ഓരോ ജൂറേഴ്സും എങ്ങനെ ദേ ഡിഡ് an introspection. അതാണ് ഈ കുറ്റക്കാരന്റെ കുറ്റത്തിനെ കണ്ടുപിടിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ ഉള്ളിൽ പോയിട്ട് അവരെയാണ് അവർ പഠിച്ചിരുന്നത്. അതെ. എന്തുകൊണ്ടാണ് ലക്ഷ്മി ഇപ്പൊ ഈ ആദ്യമായിട്ട് കടലാസില് ചെന്നൈ സ്റ്റോറി ടെല്ലിങ്ങിൽ വന്നപ്പോ ഇങ്ങനെ ഒരു കഥ, ഒരുപാട് കുറ്റവാളികളുടെ കഥകൾ നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടൊക്കെ ഉണ്ട്, ഇങ്ങനെയുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരെണ്ണം, why did you choose this? അതെ, ഇത് എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. ഈ ഒരു പ്രെജുഡിസ് ആണല്ലോ ഇതിലത്തെ ഒരു മുഖ്യ ഒരു തീം എന്ന് പറയുന്നത്, പ്രെജുഡിസ് ആണല്ലോ. ആൻഡ് ഇന്നിപ്പോൾ നമുക്ക് പണ്ടും ഇല്ല എന്നല്ല ഞാൻ പറയണേ, പക്ഷെ ഇന്നിപ്പോൾ ഈ ഒരു തീമിന് വല്ലാത്ത കാലിക പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം ഇന്നിപ്പോൾ ഈ പണ്ടും ഈ പ്രെജുഡിസസ് ഒക്കെ ഉണ്ടെങ്കിലും അത് ഇങ്ങനെ ഒരാളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ബിഗ് ടെക്നോളജി പ്ലാറ്റ്ഫോംസും സോഷ്യൽ മീഡിയയും രാഷ്ട്രീയ പ്രചരണങ്ങളും ഒക്കെ ചേർന്ന് ഒരുക്കുന്ന ഒരു പ്രത്യേക ഒരു യാഥാർത്ഥ്യത്തിലാണ് നമ്മളൊക്കെ ജീവിക്കണം, അല്ലേ? അപ്പോൾ ഈ സത്യം ഏത് മിഥ്യ ഏത് എന്ന് തിരിച്ചറിയാൻ വളരെ പ്രയാസമായിരിക്കും ഇന്നത്തെ ആളുകൾക്ക്. നമുക്ക് ഈ സോഷ്യൽ മീഡിയ ഒക്കെ കാണുമ്പോൾ നമുക്കത് വളരെ വ്യക്തമാണ്. എല്ലാ ദിവസവും ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പ്രതികളാക്കിക്കൊണ്ട് ആ പറയുന്നതൊക്കെ സത്യമാണോ എന്നൊന്നും ഒരു ഫാക്ട് ചെക്ക് പോലും ചെയ്യാൻ സമയം എടുക്കാതെ ഇങ്ങനെ അടിച്ച് വിടുകയാണ്, അല്ലേ? അപ്പോൾ ഈ ചിത്രത്തിൻ്റെ രീതി എന്നത്തേക്കാളേറെ പ്രസക്തമാണിപ്പോൾ. അതായത് ഇങ്ങനെ ഒരു ചോദ്യങ്ങൾ ചോദിച്ച് സത്യത്തിലേക്ക് എത്താം. ആ സത്യത്തിലേക്ക് എത്താൻ മാത്രമല്ല, നമ്മളെ തന്നെ തിരിച്ചറിയാം, നമ്മുടെ ഉള്ളിലുള്ള വികലമായ ചില സങ്കല്പങ്ങളും തോട്ട്സും അതിനെ തിരിച്ചറിയാം. അതാണിപ്പോൾ ഈ കഥയിൽ നമ്മൾ കണ്ടത്, അല്ലേ? അത് വളരെ പ്രസക്തമാണ്. അത് ഇന്ന് ആ ഒരു കൾച്ചർ എല്ലാവരും ഉണ്ടാക്കണം. ഈ പലപ്പോഴും നമ്മൾക്ക് ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാട്സാപ്പിൽ വരുമ്പോൾ നമ്മൾ പലരോടും പറയാറുണ്ട്, ഒരു ഫാക്ട് ചെക്ക് ചെയ്യൂ, അത് ശരിയാണോ എന്നൊന്ന്. ഇങ്ങനെ ഹേറ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക, അതിൻ്റെ വില ഇനിയുള്ള കാലത്തൊക്കെ കൊടുക്കേണ്ടി വരുന്നത് ഒരു കംപ്ലീറ്റ് സമൂഹത്തിനായിരിക്കും. അത് ഭയങ്കര വല്ലാത്ത ഒരു സ്ഥിതിയായിരിക്കും അത്. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ ഒരു കഥ തിരഞ്ഞെടുത്തത്. ഈ കഥ അവസാനിക്കുമ്പോ എനിക്ക് എൻ്റെ ഉള്ളിൽ തോന്നിയൊരു വലിയ സന്തോഷം എന്താന്ന് വെച്ചാല്, അവൻ കുറ്റവാളിയല്ലാന്ന് കണ്ടുപിടിച്ചു. അത് കൂടാണ്ട് ഈ ജൂറേഴ്സ് ഓരോരുത്തരും അയ്യോ അവര് കുറ്റവാളി ആക്കല്ലേ എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലെ പ്രാർത്ഥന. അത് തുടങ്ങിയപ്പോ തന്നെ, കാരണം അവർക്കൊക്കെ ഒരു സെൽഫ് റിയലൈസേഷൻ വന്നു എന്നുള്ളതാണ്. ആബ്സല്യൂട്ട്ലി റൈറ്റ്. ഇറ്റ്സ് എ വെരി 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 തോട്ട് പ്രൊവോക്കിംഗ് സ്റ്റോറി. എക്സ്ട്രീംലി വെൽ പ്രസന്റഡ് കേട്ടോ. ഇക്കാലത്ത് നിരപരാധിയെ ആദ്യം കുറ്റവാളിയായിട്ട് മുദ്ര കുത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പതിവ്. പക്ഷെ അതുകൊണ്ട് തിരിച്ചു പഴയ പോലെ ആക്കാനുള്ള ശ്രമം വളരെ വളരെ ശ്രമകരമായിട്ട് മാത്രമേ പിന്നെ അയാളെ നിരപരാധിയാക്കാൻ പറ്റുകയുള്ളൂ. നിരപരാധിയാക്കിയാൽ പോലും അത് അയാൾ കുറ്റവാളി ആയിരുന്നു എന്നുള്ള ഒരു പ്രചരണമാണ് സമൂഹത്തിൽ നടക്കുക. അതിനുള്ളിൽ കുടുംബം തകർന്നു പോയിരിക്കും. അതെ, ഈ ഒരു ട്രയൽ ബൈ മീഡിയ അതാണ് ഇന്നത്തെ ഒരു വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സത്യം. അതാണ് ഈ ട്രയൽ ബൈ മീഡിയ. അത് എന്ത് മീഡിയ ആയാലും, ന്യൂസ് പേപ്പർ ആയാലും, അത് ഈ വാട്സാപ്പ് ആയാലും, അതൊരു മീഡിയമാണല്ലോ.
അതൊരു വല്ലാത്തൊരു വഴിതെറ്റിക്കുന്ന അന്വേഷണത്തെ പോലും വഴിതെറ്റിക്കുന്ന ഒരു പ്രവണതയാണത്.